നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രവാർത്തകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. തമിഴ്നാട്ടിൽ ഈ ആൾക്കാർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട പഞ്ഞി മിഠായി നിരോധിച്ച കാര്യം. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലാണെങ്കിലും ഇവ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് പുതുച്ചേരിയിൽ, പോണ്ടിച്ചേരിയിലാണ് ആദ്യമായിട്ട് ഗവൺമെന്റ് നിരോധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് സർക്കാർ നിരോധിച്ചത്. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള റൊഡാമിൻ ബി എന്ന ഒരിനം രാസവസ്തുവാണ്. റൊഡാമിൻ ബി എന്ന് പറയുന്നത് നിറം ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. ഇത് 1985 തന്നെ ഫുഡ് അഡൾട്രേഷൻ ആക്ടിൽ കൂടി മനുഷ്യരിലേക്ക്, അതായത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിനെ പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. കാരണം ഇവ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ നിറം ചേർക്കുന്നതിനും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വസ്ത്രങ്ങൾക്ക് നിറം പിടിപ്പിക്കുന്നതിനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഡൈ ആണ്. ഓൺലൈനിൽ പോലും ഈ റൊഡാമിൻ ബി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പലരും വളരെ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്ന നിറം പിടിപ്പിക്കുന്ന ഏജന്റ് ആയിട്ട് ഈ റൊഡാമിൻ ബി പലവിധ ഭക്ഷണങ്ങളിലും ഉപയോഗിക്കുന്നുമുണ്ട്. പഞ്ഞിമുട്ടായി ഒരു ഇളം പിങ്ക് കളറിൽ പാക്കറ്റിൽ വെച്ചിരിക്കുന്നത് കണ്ടാൽ ഏത് കുട്ടികൾക്കാണ് ആകർഷമാകാത്തത്? അതുതന്നെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം ഇപ്പോഴും സുലഭമായി അത് ലഭ്യമാകാൻ കാരണം. നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ഈ പഞ്ഞിമുട്ടായിയുടെ നിർമ്മാണത്തെ പറ്റിയും അതിനകത്ത് ഉപയോഗിക്കുന്ന രാസവസ്തുവിനെ പറ്റിയും വാർത്തയുണ്ടായിരുന്നു. ഒരു ചെറിയ ഫൈനിൽ ഈ വാർത്ത അങ്ങ് അവസാനിച്ചു എന്നതിനപ്പുറം ഇത് പ്രത്യേകിച്ച് ഒരു ചലനവും ഉണ്ടാക്കുകയോ ഇതിനുണ്ടാക്കുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ച്, റൊഡാമിൻ ബിയെ കുറിച്ചുള്ള കൂടുതൽ പഠന റിപ്പോർട്ടുകളോ ചർച്ചയായിട്ടില്ല. റൊഡാമിൻ ബി എന്ന രാസവസ്തു, ഈ ഡൈ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോശങ്ങൾക്കകത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും. ക്രമേണ ഇത് കോശങ്ങളുടെ നോർമൽ രൂപത്തിന് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെയാണ് ഈ റൊഡാമിൻ ബി ക്യാൻസർ ഉണ്ടാക്കും എന്ന് പഠന റിപ്പോർട്ടുകൾ കണ്ടിട്ടുള്ളത്. ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല. ഇത് ഒരു കരൾ പോയിസണാണ്. നമ്മുടെ കരളിന്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കുന്നു. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വ്യത്യാസം വരുന്നു. പ്രത്യേകിച്ച് തലച്ചോറിൽ നിന്നും നാഡികൾ, നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന നാഡികളിലൂടെ പോകുന്ന സിഗ്നലിന്റെ ഇന്റൻസിറ്റിക്ക് വ്യത്യാസം വരികയും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിനെ ക്രമേണ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ റൊഡാമിൻ ബി ഉപയോഗിക്കുന്നത് പഞ്ഞിമുട്ടയിൽ മാത്രമാണോ? അല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തില് മുളക് പൊടിയിൽ ഈ നിറത്തിന് വേണ്ടി റൊഡാമിൻ ബി ചേർത്തിരുന്നതായി പത്രവാർത്തയുണ്ടായിരുന്നു. ആ സമയത്ത് ആ സമൂഹത്തിൽ നിന്നും ആ മുളക് പൊടി ഒന്ന് പിൻവലിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഫൈൻ അടച്ച് വീണ്ടും അതേപടി തന്നെ മുളക് പൊടിയുണ്ട്. ഇപ്പോൾ മുളക് പൊടിയിൽ റൊഡാമിൻ ബി ചേർക്കുന്നുണ്ടോ? അറിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ പെട്ടിക്കടകളിൽ പോലും കിട്ടുന്ന ചക്കര മിഠായി, നല്ല ചുവപ്പ് കളറിലുള്ള നാരങ്ങ മിഠായി, ഇവയെല്ലാം ഈ നിറം കൊടുക്കുന്നത് ഏത് രാസവസ്തുവാണ്? അറിയില്ല. ഇന്ന് ബേക്കറിയിൽ കാണുന്ന ചുവപ്പ് കളറിലുള്ള ലഡു, ചുവപ്പ് കളറിലുള്ള ജിലേബി, ഇവയ്ക്കെല്ലാം നിറം കൊടുക്കുന്നതിന് റൊഡാമിൻ ആണോ ഉപയോഗിക്കുന്നത്? അറിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ചില്ലി ഡിഷുകൾ, ചൈനീസ് ഡിഷ് എന്ന പേരിൽ നമുക്ക് കിട്ടുന്ന ഡിഷുകളില്ലേ, ഇതിനകത്തെല്ലാം നിറം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോസുകൾ, അവയ്ക്കകത്ത് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? അറിയില്ല. ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ പലവിധ നിറങ്ങൾ, ചുവപ്പായിക്കോട്ടെ, പച്ചയായിക്കോട്ടെ, നീലയായിക്കോട്ടെ, പലവിധ നിറങ്ങൾ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ടോ? ഇല്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ തട്ടുകളിൽ കിട്ടുന്ന പഴംപൊരി ഉണ്ടാക്കുന്നതിനെ നോക്കിയേ. സാധാരണ പഴംപൊരിക്ക് പണ്ട് ഉപയോഗിച്ചിരുന്നത് കടലമാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മഞ്ഞ കളർ പഴംപൊരിക്ക് കിട്ടും. എന്നാൽ ഇപ്പോൾ മൈദമാവിൽ മുക്കി പൊരിക്കുന്ന പഴംപൊരിക്കും നിറം കൊടുക്കുന്നതിന് വേണ്ടി അവർ മഞ്ഞ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ നിറം നമുക്ക് എന്ത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും? അറിയില്ല. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പത്രവാർത്തയ്ക്കപ്പുറം, പഞ്ഞിമുട്ടയുടെ നിരോധനത്തിനും അപ്പുറം നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണത്തിൽ വരുന്ന ഇത്തരം നിറം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കളറുകൾ ഉണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകളെ കുറിച്ച് സമഗ്രമായ പഠനം. ഒരു തവണ ഇതിനകത്തുള്ള നിറം കണ്ടെത്തിയാലും തുടർച്ചയായിട്ട് മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഭക്ഷണ വിഭാഗങ്ങളിലെ സാമ്പിളുകൾ എടുത്തിട്ട് നടത്തുന്ന പരിശോധനയിലൂടെ മാത്രമേ ഇവയുടെ ഉപയോഗത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ച് വളരുന്ന സമൂഹം വളരെ ചെറുപ്പം മുതലേ, കുട്ടികൾക്ക് മുതലേ ക്യാൻസർ, പലവിധ അലർജി രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് ചെന്നെത്തിക്കും എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ.